പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടിയും പ്രാധാന്യത്തോടുകൂടി ഉണർത്തിയ ഒരു സംഗതിയാണ് നമസ്കാരത്തിൽ മറ സ്വീകരിക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകളൊക്കെ കാണാം. ഇദാ സ്വല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ, നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ ഒരു സുത്ര സ്വീകരിച്ച് നമസ്കരിക്കണമെന്നാണ്. സുത്ര എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവന്റെ മുമ്പിലുള്ള മറയ്ക്ക് പറയുന്ന പ്രയോഗമാണ് സുത്ര എന്ന് പറയുന്നത്. അപ്പൊ ഇമാമും മഅ്മൂമുമായി നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ മുമ്പിൽ മറ സ്വീകരിച്ച് നമസ്കരിക്കണം. മഅ്മൂമിങ്ങൾക്ക് പിന്നീട് വേറെ മറ ബാധകമല്ല. എന്നാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഒരു മറയ്ക്ക് പിന്നിലായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ഒരാളിപ്പോ ഒരു മറയില്ലാതെ നമസ്കരിച്ചു എന്ന് വിചാരിച്ച് നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് കോട്ടൊന്നും വരൂല. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അലക്ഷ്യമായി അശ്രദ്ധമായി നമസ്കരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് കയറി വരെ എവിടെയാണോ അയാൾക്ക് തോന്നുന്നത് അവിടെ നിസ്കരിക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്നു ചോദിച്ചാൽ അയാൾക്ക് വളരെ ഒരു ശ്രദ്ധക്കുറവിന്റെ ഒരു അടയാളമാണ്. പല ആളുകളും വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു തൂണോ അല്ലെങ്കിൽ ഭിത്തിയോ അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന സ്ഥലമോ ആളുകൾ അയാളുടെ നമസ്കാരത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അയാൾ ഒതുങ്ങി നിന്ന് നിസ്കരിക്കണ്ടേ. ചിലപ്പോൾ ഡോറിന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാം. ഇതൊക്കെ അറിയില്ലാത്തതുകൊണ്ടല്ല. എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ശ്രദ്ധക്കുറവിന് ഏറ്റവും വലിയ അടയാളമാണ് അതൊക്കെ. എവിടെയെങ്കിലും ഒന്ന് നിസ്കരിക്കാന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറ സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞു. നബിയുടെ ഇടയിൽ മറയുടെ ഇടയിൽ 3 മുഴം പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ ഉയരമുള്ള എന്തിനോ കസേര പോലെ വസ്തു തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു മറ എന്തായാലും ഒന്നുമില്ലെങ്കിൽ ഒരു വരയെങ്കിലും വരച്ച് നമസ്കരിക്കണം എന്ന് നബി പറഞ്ഞത് എന്താ? അപ്പൊ വര കൊണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു വര വരച്ച് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ടാണ് തന്റെ ബോർഡർ അതാണ് എന്ന് പറയുമ്പോൾ അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു ശ്രദ്ധയുണ്ടല്ലോ, അത് അയാള് നിസ്കാരത്തിൽ ഉണ്ടാവും എന്നർത്ഥം. അപ്പോ വളരെ നമ്മൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ മാറി നിന്ന് മറ്റുള്ളവർ നമ്മുടെ നമസ്കാരത്തിൽ തടസ്സം വരാത്ത രൂപത്തിൽ, അത് നമ്മുടെ നമസ്കാരം ബാക്കിയുള്ളവർ കൂടി തടസ്സം വരാത്ത രൂപത്തിലായിരിക്കാൻ നമസ്കാരത്തെ സമീപിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയായി നമസ്കാരം നബി പഠിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നിർദ്ദേശിച്ച നിങ്ങളൊരു മറയ്ക്ക് പിന്നിൽ നിന്നായിരിക്കണം നമസ്കരിക്കേണ്ടത് എന്നും. അതുകൊണ്ട് അത് നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു ഏകാഗ്രതയുടെയും നമ്മുടെ നിസ്കാരത്തിൽ കാണിക്കുന്ന താല്പര്യത്തിന്റെയും ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പള്ളിയാണ്, പൊതു സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങൾ ആളുകൾക്ക് നമസ്കാരം കഴിഞ്ഞ് പോകണവർക്ക് പോകേണ്ടതുണ്ട്. അതിനൊക്കെ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലൊക്കെ പിന്നെ ബാക്കിയുള്ളവരാണ് പലപ്പോഴും സൂത്ര മറ വയ്ക്കുക. നിങ്ങൾ കണ്ടല്ലേ, ഒരാൾ എവിടെയെങ്കിലും നടുക്ക് നിസ്കരിക്കാൻ, പിന്നെ ബാക്കി വേറെ വല്ലവരും കൊണ്ടുവന്നിട്ട് അവർ കസേര വെച്ച് മുമ്പിൽ വെച്ച് കൊണ്ടു. അപ്പൊ അയാൾക്കൂടെ ശ്രദ്ധ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഇല്ലാന്ന് വന്നാലോ. അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ നമസ്കാരത്തിലേക്ക് ഒരു താല്പര്യമൊക്കെ ഒരു ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും അച്ചടക്കത്തോടും ഏകാഗ്രതയോടും ഒക്കെ കൂടിയിട്ടായിരിക്കും നമ്മൾ നമസ്കാരത്തെ സമീപിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ നമസ്കാരത്തിന് കുറവ് വരുത്തും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.